ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പാരഡൈസ് എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ മൂവിയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. മൂവിയുടെ ലെങ്ത് കൂടുതലായത് കാരണം 2 പാർട്ടായിട്ടായിരിക്കും പറയണേ. ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് എയോൺ എന്ന കമ്പനിയുടെ പരസ്യമാണ്. കമ്പനി പുതിയതായിട്ടൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ ഞങ്ങൾക്ക് തരൂ, പകരം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം. സംഭവം ഇതാണ്: ഏതെങ്കിലും ഒരു പ്രായമായ ആൾക്ക് ചെറുപ്പമാകണമെങ്കിൽ അയാളുടെ DNA മാച്ച് ആകുന്ന DNA ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കുറച്ച് വർഷങ്ങൾ മേടിക്കും. ഒരു പ്രൊസീജിയർ വഴി ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രായമായ ആളുടെ ഏജ് യങ്ങായിട്ടുള്ള ആൾക്കും യങ്ങായിട്ടുള്ള ആളുടെ ഏജ് പ്രായമായ ആൾക്കും കിട്ടും. എത്ര വർഷമാണോ നമ്മൾ കൊടുക്കുന്നത് അത്രയും വർഷം അതിനനുസരിച്ചുള്ള നല്ല പൈസ ആ കൊടുക്കുന്ന ആൾക്ക് കിട്ടും. സംഭവം ഇല്ലീഗൽ ആണെങ്കിലും കമ്പനി ഇതിനെ പ്രൊമോട്ട് ചെയ്യാണ്. ഇവർ കൂടുതലും പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഈ അവസ്ഥ കമ്പനി നന്നായി മുതലെടുക്കുന്നുണ്ട്. കമ്പനി പരസ്യത്തിൽ പറയാണ്, എല്ലാവരും DNA ടെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ DNAക്ക് മാച്ചിങ് ആയിട്ടുള്ള റെസിപ്പിയെ ഞങ്ങൾ കണ്ടെത്തി തരാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ എയോൺ കമ്പനിയുടെ ഡൊണേഷൻ മാനേജറായ മാക്സ് ടോമയാണ്. ആളൊരു റെഫ്യൂജി ക്യാമ്പിൽ പോയിട്ട് അവിടുത്തെ ഒരു പയ്യനെ ഇതുപോലെ ഏജ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഈ പ്രൊസീജിയറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ്റെ 15 വർഷമാണ് ചോദിച്ചേക്കണത്. അവൻ പറയുന്നുണ്ട്, എനിക്ക് 18 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ വിചാരിച്ചത് 5 വർഷം വല്ലതും മതിയായിരിക്കുമെന്നാ. ഇതിപ്പോൾ 18 വർഷം എന്ന് പറയുമ്പോൾ ഈ പയ്യൻ ഇവിടുത്തെ സിറ്റിസൺ ഒന്നുമല്ല, അവരൊരു റെഫ്യൂജി ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ മാക്സ് പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ തരുന്ന 15 വർഷത്തിന് പകരം കമ്പനി നിനക്ക് തരാൻ പോകുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛൻ എത്ര നാളായി ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള എല്ലാ പൈസയും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് അവിടുത്തെ വിസ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ തന്നെ സിറ്റിസൺഷിപ്പ് മേടിക്കാം. ഞാനും എൻ്റെ പ്രായത്തിൽ ലൈഫ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കഷ്ടപ്പാടും ആലോചിച്ചപ്പോൾ ആ പയ്യൻ സമ്മതിക്കാണ്. എന്തായാലും മാക്സിന് സന്തോഷമായി, വന്ന കാര്യം നടന്നല്ലോ, ആൾ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ ആൾ കമ്പനിയിലേക്ക് പോകുകയാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ആൾക്ക് നല്ല സന്തോഷമാണ്. മാക്സ് നല്ലൊരു എംപ്ലോയി ആണ്. കാരണം ക്യാൻവാസ് ചെയ്യാൻ ആരെയൊക്കെ പോയിട്ടുണ്ടോ എല്ലാവരെ കൊണ്ടും ഡൊണേറ്റും ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആളുടെ മുഖത്തുണ്ട്. പോകുന്ന വഴി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത്. കമ്പനിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് ഈ കമ്പനിക്കെതിരെ. ഈ ടെക്നോളജി അവസാനിപ്പിക്കണം, നമ്മുടെ സമയം നമ്മുടേതാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബഹളമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കമ്പനിയുടെ അകത്തേക്ക് കടക്കാനായിട്ട്. അതിലൂടെ പോകണ വഴി തക്കാളി കൊണ്ട് എയറൊക്കെ കിട്ടുന്നുണ്ട്. കമ്പനിയുടെ അകത്ത് കയറുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അകത്ത് കയറി ചെന്നിരിക്കും. ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയിനെ പ്രഖ്യാപിക്കുകയാണ്. ഈ അവാർഡ് കിട്ടുന്നത് മാക്സിനാണ്. ആൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, ഇത്രയും പ്രതീക്ഷിച്ചില്ല. വേഗം ചെന്ന് ട്രോഫിയൊക്കെ മേടിക്കുന്നുണ്ട്. പലരിൽ നിന്നായിട്ട് 276 വർഷങ്ങളാണ് കമ്പനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്തേക്കണത്. അത് കഴിഞ്ഞ് ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് കമ്പനിയുടെ CEO സോഫി ടൈസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു 60 വയസ്സിന് മേളിൽ പ്രായം തോന്നുന്ന ഒരു ലേഡി വരാണ്. അവർ വന്ന വഴി തന്നെ മാക്സിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഈ കമ്പനിയുടെ ടെക്നോളജിയെക്കുറിച്ച് ഒരു സ്പീച്ച് നടത്താണ്. പെട്ടെന്ന് മരിച്ച ഒരുപാട് കഴിവുള്ള എത്ര സയൻറ്റിസ്റ്റുകൾ നമ്മൾക്കുണ്ടായിരുന്നു, അവരൊക്കെ ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം കണ്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ കമ്പനിയുടെ ഡേറ്റാ ബേസിൽ ഏജ് ഡൊണേഷൻ റിസീവ് ചെയ്യാനായിട്ട് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ സയൻറ്റിസ്റ്റിനെയൊക്കെ ഉൾപ്പെടുത്താണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഏജ് ആവില്ല, അവരുടെ റിസർച്ചും വർക്കുമായിട്ടൊക്കെ അവർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓൾറെഡി നമ്മൾ കുറേ സയൻറ്റിസ്റ്റിന് ഏജ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും കുറേ പേരെയും കൂടി ഉൾപ്പെടുത്താനുണ്ട്. ഈ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരുടെ ക്ലിനിക്കാണ്. അവിടെ ഓൾറെഡി ഏജ് ഡൊണേഷൻ ചെയ്തവരും സ്വീകരിച്ചവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്യാണ്. ഇന്നാളെന്നില്ല, കണ്ണിൽ കാണുന്നവരെല്ലാം, അവിടുത്തെ സ്റ്റാഫ് ഒഴികെ ഈ പേഷ്യൻസിനെ എല്ലാം ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ ഒരു സിമ്പിൾ വരച്ചു വെക്കുന്നുണ്ട്. ഈ എയോൺ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെതിരായിട്ട് ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, ആദംസ് ഗ്രൂപ്പ്. ഇത് അവരുടെ പണിയാണ്. ആരെല്ലാമാണോ ഈ ഏജ് ഡൊണേഷൻ ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഇവരെല്ലാം കണ്ടുപിടിച്ച് ഈ ഗ്രൂപ്പുകാർ കൊല്ലും. അങ്ങനെയാകുമ്പോൾ ആരും ഇത് ചെയ്യില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് സോഫിയുടെ ഓഫീസിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നതാണ്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മാക്സ് നേരെ തൻ്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ എത്തി ഭാര്യ എലീനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടിയത് ആൾക്കും ഭയങ്കര സന്തോഷമാവും. എലീന ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. മാക്സ് പറയാണ്, ഇനി നമുക്ക് ലേക്ക് സൈഡിൽ ഒരു വീടൊക്കെ മേടിക്കാമെന്ന്. എലീന പറയുന്നുണ്ട്, ആദ്യം ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോണൊക്കെ അടച്ചു തീർക്കണം, എന്നിട്ട് മതി പുതിയ വീടൊക്കെ. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി എലീനയുടെ വീട്ടിലേക്ക് പോവാണ്. ഈ എലീനയുടെ ഫാദറിന് ഈ മാക്സിൻ്റെ ഈ ജോലിയോട് അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ അതൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴി മാക്സ് എലീനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാക്സിനാണെങ്കിൽ താൻ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും തോന്നണില്ല. മാക്സ് പറയാണ്, ഒരാൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, അപ്പോൾ തൻ്റെ യൂത്ത് കൊടുത്ത് കുറച്ച് പൈസ മേടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഓരോന്ന് സംസാരിച്ച് അവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ മുഴുവൻ പോലീസും ആൾക്കൂട്ടവും.
ബിൽഡിങ്ങിൽ ഒരു അപ്പാർട്ട്മെൻറ്റിന് തീ പിടിച്ചേക്കാണ്. മാക്സ് കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അത് അവരുടെ അപ്പാർട്ട്മെൻറ്റാണ്. അത് നിന്ന് കത്താണ്. രണ്ടുപേരും ഇങ്ങനെ ആകെ അന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മാക്സ് പറയുന്നുണ്ട്, സാരമില്ല, നമ്മളിതിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ പോയെന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് വേറെ മേടിക്കാം. അവർ നേരെ അവരുടെ ലോയറുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ലേഡി പറയും, ക്ലെയിം കിട്ടാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ഇത് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വയറിൻ്റെ കംപ്ലൈൻറ്റോ അങ്ങനെ ഒന്നും വന്നതല്ല. ഇത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ്. കത്തിച്ചു വെച്ച ക്യാൻഡിൽസിൽ നിന്നാണ് ഇത് തീ പടർന്നിരിക്കുന്നത്. എലീന പറയുന്നുണ്ട്, അതിന് എനിക്ക് ഉറപ്പാണ്, ഞാൻ ക്യാൻഡിൽസൊക്കെ കെടുത്തിട്ടാണ് പോയത്. മാക്സ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ലോയർ പറയും, ഇനിയും വേറെ ചെയ്യാനൊന്നുമില്ല, മിക്കവാറും ബാങ്ക് ലോൺ എടുത്ത എമൗണ്ട് ഇപ്പോൾ തന്നെ അവർ തിരിച്ചു ചോദിക്കും. മാക്സ് ചോദിക്കുന്നുണ്ട്, അത്ര എമൗണ്ട് നമ്മൾ എങ്ങനെ പെട്ടെന്ന് കൊടുക്കുക? ലോയർ പറയും, ബാങ്ക് കൊളാട്രൽ ക്ലെയിം ചെയ്യുന്നു. മാക്സ് ഒരു കൊളാട്രലോ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എലീന പറയാണ്, അന്ന് ലോൺ കിട്ടാൻ വേണ്ടി സെക്യൂരിറ്റി എന്ന രീതിയിൽ എലീനയുടെ ലൈഫ് ടൈം കൊളാട്രലായിട്ട് വെച്ചിരുന്നു. അടയ്ക്കാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ എന്നും പറഞ്ഞാണ് ചെയ്തത്. അന്ന് വിചാരിച്ചിരുന്നത് പൈസ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വിറ്റിട്ടാണെങ്കിൽ അടയ്ക്കാലോ. പക്ഷെ അപ്പാർട്ട്മെൻറ്റ് കത്തി പോകുന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ലോൺ അടയ്ക്കാനുള്ള കാശിനി തിരിച്ചു കൊടുക്കണമെങ്കിൽ എലീനയുടെ 40 years കൊടുക്കണം. അപ്പോൾ മാക്സ് പറയുന്നുണ്ട്, ഞാൻ പണ്ട് എൻ്റെ ലൈഫ് ടൈം ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ലോയർ പറയും, പറ്റില്ല. എലീനയുടെ DNA മാച്ചിങ് ആയിട്ടുള്ള ആൾ മാത്രമേ ഇപ്പോൾ കമ്പനിയുടെ ഡേറ്റാബേസിലുള്ളൂ. മാക്സ് എലീനോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്ക് പോലീസ് വരും. അവർ പറയും, എലീനയെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്, ബാങ്കിന് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് കേസ് വന്നിട്ടുണ്ട്. അവർ എലീനയെ കൊണ്ടുപോവാണ്. അപ്പോൾ മാക്സ് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. പിറ്റേ ദിവസം തന്നെ മാക്സ് സോഫി ടൈസനെ കാണാൻ ചെന്നേക്കാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറയാണ്, എനിക്ക് കുറച്ച് പൈസ ലോൺ തരാമോ, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തിരിച്ചടച്ചോളാമെന്ന്. അപ്പോൾ സോഫി പറയുന്നുണ്ട്, നോക്കട്ടെ ഞാൻ എന്താ ചെയ്യാൻ പറ്റണേന്ന്, എന്തായാലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എൻ്റെ ഓഫീസിലേക്ക് അയക്കാൻ പറയും. മാക്സിന് സന്തോഷവും, എന്തായാലും കാര്യങ്ങളൊക്കെ ശരിയായല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ സോഫിയുടെ ഓഫീസിൽ നിന്നും റെസ്പോൺസും വന്നിട്ടില്ല. ഒരു ദിവസം മാക്സും അവരുടെ ലോയറും കൂടി ഇയോൻ്റെ ക്ലിനിക്കിലേക്ക് വന്നേക്കാണ്. അവിടെയാണ് എലീന ഉള്ളത്. അപ്പോൾ ലോയർ പറയുന്നുണ്ട്, കുറേ ദിവസമായി ഞാൻ അവരുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു, ആരും പക്ഷേ എടുക്കുന്നില്ല. ക്ലിനിക്കിലെ റിസപ്ഷനിൽ ചെന്നിട്ട് എലീനയെ കാണണമെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല. 2 മണിക്കൂർ കൂടി കഴിഞ്ഞ് അവരുടെ ഡൊണേഷനാണ്, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയും. മാക്സിന് നല്ല ദേഷ്യം വരാണ്. നിങ്ങൾ അവളുടെ 40 years എടുക്കാൻ പോവാണ്, എന്നിട്ട് ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാനും ഈ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ID കാർഡ് കാണിക്കുമെങ്കിലും അവർ സമ്മതിക്കില്ല. മാക്സ് ബലമായിട്ട് അകത്തേക്ക് കയറാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ഓഫീസേഴ്സ് വന്നിട്ട് മാക്സിനെ പിടിക്കുകയാണ്. ലോയർ വേഗം ചെന്നിട്ട് പറയും, അയാൾക്ക് അയാളുടെ വൈഫിനെ ഒന്ന് കാണാനാണെന്ന്. പക്ഷെ അവർ സമ്മതിക്കില്ല അകത്ത് കയറാനായിട്ട്. മാക്സ് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അകത്ത് എലീനയെ കാണിക്കുകയാണ്. പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ആളെ ഒരു റൂമിൽ കിടത്തിയേക്കാണ്. പുറത്ത് നിന്നിട്ട് ഒരു ലേഡി പറയാണ്, കോർട്ട് ഓർഡർ പ്രകാരം നിങ്ങൾ അടയ്ക്കാനുള്ള എമൗണ്ടിന് പകരമായിട്ട് നിങ്ങളുടെ 38 years ഇയോൺ കമ്പനിക്ക് കൊടുക്കുകയാണ്. പ്രൊസീജിയർ കഴിയുന്ന വഴി കമ്പനി ഈ എമൗണ്ട് ബാങ്കിലേക്ക് അടച്ചോളും. അപ്പോഴേക്കും പ്രൊസീജിയർ ചെയ്യാനായിട്ട് അകത്തേക്ക് ഡോക്ടർ വരാണ്. അപ്പോൾ എലീനയുടെ കൈയും കാലും ഒക്കെ കെട്ടിവച്ചേക്കാണ്. അവർ വന്നിട്ടൊരു ഇഞ്ചക്ഷൻ കുത്തിവെക്കും. എലീന മയങ്ങിപ്പോവാണ്. മയക്കത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ഇത് റിസീവ് ചെയ്യുന്ന ആളെ എലീന കാണുന്നുണ്ട്. മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലെത്തുന്നതാണ്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 4-5 ദിവസത്തിനുള്ളിലാണ് ഈ ഏജിങ് സ്റ്റാർട്ടാവുന്നത്. രാത്രി ഇടയ്ക്കൊക്കെ എലീന ഞെട്ടി എഴുന്നേക്കാണ്. ഓരോ ദിവസവും ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. സ്കിന്നിൽ റിങ്കിൾസ് വീഴുക, അതുപോലെ മുടി നരയ്ക്കുക. ഓരോ ദിവസവും എലീന എണീറ്റ് കണ്ണാടി പോയി നോക്കുന്നുണ്ട്. 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആള് കംപ്ലീറ്റ് വയസ്സായി. ഇപ്പോൾ കണ്ട ഒരു 60 വയസ്സിന് മേളിൽ പ്രായം തോന്നും. മാക്സിന് ഇതൊക്കെ കണ്ട് ആകെ സങ്കടമുണ്ട്. കാരണം 2 പേർക്കും കൂടിയുള്ള വീടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അന്ന് എലീനയുടെ പേരിലാണ് ഈ വീട് ലോൺ എടുത്തത്. അപ്പോഴാണ് മാക്സിന് ഓഫീസിൽ നിന്നൊരു മെസ്സേജ് വരുന്നത്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നും പറഞ്ഞ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയാണ്, മാക്സിന് പ്രൊമോഷൻ കിട്ടി സീനിയർ ഡൊണേഷൻ മാനേജറായിട്ട്. മാക്സിന് നല്ല ദേഷ്യം വരും. മാക്സ് വിചാരിച്ചത് പൈസ റെഡി ആയെന്ന് പറയാനാണ് വിളിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ വേറെ ഡോണറെ കണ്ടുപിടിച്ചിട്ട് എലീനയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മാക്സ് പറയാണ്, എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് ആൾ തിരിച്ചു പോകാൻ നേരത്താണ് സോഫി ടൈസൺ പോകുന്നത് കാണുന്നത്. വേഗം തന്നെ അവിടേക്ക് ഓടിച്ചെല്ലാണ്. അപ്പോൾ സോഫിക്ക് ഒരു ബോഡി ഗാർഡുണ്ട്, കായ. വളരെ വിശ്വസ്തയാണ് സോഫിയുടെ. ആള് സോഫിയെ കാണാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് മാക്സ് ശ്രദ്ധിക്കുന്നത് സോഫിയുടെ മുഖത്തിനൊരു മാറ്റം, കുറച്ചുകൂടി യങ് ആയതുപോലെ. മാക്സിന് കാര്യം മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ എലീന വിഗൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്യാണ്. ഇപ്പം കണ്ണാടി നോക്കുമ്പോൾ ആൾക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം കണ്ടാൽ നല്ല പ്രായമുണ്ട്. മാക്സ് ആണെങ്കിൽ ഓരോന്നും പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
എലിനയ്ക്ക് നല്ല ദേഷ്യം വരും. എന്നിട്ട് പറയാണ് അധികം സഹതാപമൊന്നും വേണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ചെറിയതായിട്ട് വഴക്കിടാണ് അവിടെ. അവസാനം മാക്സ് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എലിനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് ബ്ലീഡിങ് ആയിട്ട്. ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ മിസ്കാരേജ് ആയിപ്പോയി. പിറ്റേ ദിവസം തന്നെ എലീന തൻ്റെ വീട്ടിലേക്ക് പോകാണ്. മാക്സിനോട് പറയുന്നുണ്ട്, ഇനി ഒരു കുട്ടിയൊന്നും ഉണ്ടാവാൻ പോണില്ല, ഞാൻ ഇനി നിൻ്റെ കൂടെ നിൽക്കണില്ല, നിൻ്റെ ജീവിതം ഇഷ്ടം പോലെ മുമ്പോട്ടുണ്ട്, വേറൊരു ലൈഫൊക്കെ ആയിട്ട് ജീവിക്കാൻ പറഞ്ഞ് ആൾ അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ എലീനയുടെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ കണ്ടിട്ട് ആകെ സങ്കടം വരാണ്. ഏകദേശം അവരുടെ പ്രായം തന്നെയുണ്ട് ഇപ്പോൾ എലീനയെ കണ്ടു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മാക്സ് അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള പ്ലേ ഗ്രൗണ്ടിൽ ഇരിക്കുമായിരിക്കും. അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി, ഏകദേശം 8-10 വയസ്സുള്ളൂ, ഡ്രഗ്സ് പോലത്തെ എന്തോ ഒന്ന് സെയിൽ ചെയ്യണ കാണുന്നത്. ആൾ ഞെട്ടിപ്പോവാണ്. ആ കുട്ടി എന്നിട്ട് ഫോളോ ചെയ്യും. ചെന്ന് നോക്കുമ്പോൾ അന്തസ്സായിട്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ച് ആ കുട്ടി അവിടെ നിൽക്കുകയാണ്. മാക്സ് പറയുന്നുണ്ട്, നീ കുട്ടിയല്ലാന്ന് എനിക്ക് മനസ്സിലായി, ഈ ഏജിങ് പ്രൊസീജിയർ എവിടെയാണ് ചെയ്തതെന്ന് വെക്കും. എന്തായാലും ഇയോണിലല്ല, കാരണം അവിടെ 18 വയസ്സിന് മേളിലുള്ളവർക്കേ ചെയ്യുള്ളൂ. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ ചെയ്ത ഡോക്ടറുടെ കോണ്ടാക്റ്റ് മേടിക്കുകയാണ്. ഈ എയോൺ കമ്പനി ചെയ്യുന്നത് പോലെ പുറത്തറിയാതെ ഏജിങ് പ്രൊസീജിയർ ചെയ്യുന്ന കുറേ ക്ലിനിക്കുകളുണ്ട്. മാക്സ് വിചാരിക്കുകയാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എലീനയെ രക്ഷിക്കണം. അങ്ങനെ മാക്സ് ആ ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയും ഇത് ചെയ്യാനായിട്ട് ലുധിയാനയിലേക്ക് വരണം. അത് മാത്രമല്ല അവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ എലീനയ്ക്കും മാക്സിനുമുള്ള പുതിയ പാസ്പോർട്ടൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. മാക്സ് രാത്രി ജോലി കഴിഞ്ഞ് പോകുന്ന സോഫിയെ ഫോളോ ചെയ്യാണ്. എന്നിട്ട് സോഫിയുടെ വീടിന് മുമ്പിൽ വെയിറ്റ് ചെയ്യും. ഇതിനിടയിൽ ആദം ഗ്രൂപ്പിൻ്റെ ഹെഡുമായിട്ടുള്ള ഇൻ്റർവ്യൂ ടി വിയിൽ റേഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സോഫിയുടെ വണ്ടി പോകുന്നത് മാക്സ് കാണാണ്. അതിനെ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ അതൊരു സെമിത്തേരിയിലേക്കാണ് പോണത്. കാറിൽ നിന്ന് ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങാണ്. അവർ ബോഡി ഗാർഡ്സിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് അകത്തേക്ക് തന്നെയാണ് പോകുന്നത്. മാക്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്ക് സൈഡിലേക്ക് പോയിട്ട് അവിടുന്ന് സെമിത്തേരിയുടെ അകത്തേക്ക് കിടക്കും. അപ്പോൾ അതൊരു വലിയ ഏരിയയാണ്. ദൂരെ സോഫി നിൽക്കുന്നത് മാക്സ് കാണാണ്. കയ്യിലൊരു ഇലക്ട്രിക് ഷോക്കറും കൊണ്ട് ആ പെൺകുട്ടിയുടെ പുറകിൽ പോയി നിൽക്കുകയാണ്. ആ മാക്സിനെ കണ്ട വഴി ആ പെൺകുട്ടി ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കാൻ തുടങ്ങും. രണ്ടുപേരും കൂടെ അവിടെ വെച്ച് പിടിവലിയാക്കും. അവസാനം ഷോക്ക് കൊടുത്തിട്ട് അവരെ ബോധം കെടുത്താണ്. മാക്സ് എന്നിട്ട് അവിടെ ആദം ഗ്രൂപ്പിൻ്റെ സിമ്പിളൊക്കെ വരച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടിയെ വണ്ടിയിലിട്ടുകൊണ്ട് പോവാണ്. മാക്സ് നേരെ എലീനെ കാണാൻ പോവാണ്. അപ്പോൾ എലീന ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വേഗം ചെന്നിട്ട് പറയും ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എലീനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. നേരെ ഒരു കാർ സർവീസ് സെൻറ്ററിലേക്കാണ് പോണത്. ഒരു മാസ്ക് കൊടുത്തിട്ട് പറയും അതിടാൻ. എലീന ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈയും വായും ഒക്കെ കെട്ടിയിട്ടേക്കാണ്. മാക്സ് പറയും ഇത് സോഫി ടൈസനാണ്, നിന്റെ DNA ഉപയോഗിച്ചിരിക്കുന്നത് ഇവർക്കാണ്, നമുക്കിത് തിരിച്ചെടുക്കാൻ കഴിയും. അതേസമയം സെമിത്തേരി കാണിക്കുകയാണ്. അവിടെ പോലീസും സോഫിയുടെ ബോഡി ഗാർഡ്സും ഒക്കെ ഉണ്ട്. കായ നൊവാക്കിനോട് ചോദിക്കുന്നുണ്ട് ഇത് ആദം ഗ്രൂപ്പിൻ്റെ പണിയാണെന്ന് തോന്നുന്നുണ്ടോ. ഈ നൊവാക്ക് പുതിയ സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് സിമ്പലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, സാധാരണ അവർ ആളെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ടാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. CCTV വിഷ്വൽസ് നോക്കുമ്പോൾ ബാക്കിലൂടെ ഒരു കാറ് വന്നിട്ടുണ്ട്. ഫേക്ക് ID ഉപയോഗിച്ച് റെൻറ്റിനെടുത്ത കാറാണ്. ഇവർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് മാക്സ് ആണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കാണിക്കുന്നത് മാക്സിന് എലീനയാണ്. അപ്പോൾ എലീന പറയും ഞാൻ ഇതിന് സമ്മതിക്കില്ല. മാക്സ് പറയണം ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് കടന്നാൽ മതി, ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എലീന ചോദിക്കുകയാണ് ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, അവരെങ്ങാനും നമ്മളെ പിടിച്ച രണ്ടുപേരെയും കൊല്ലും. മാക്സ് ഒരു വിധത്തിൽ എലീനയെ കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും സോഫിയുടെ ആൾക്കാർ ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഇവിടെ എത്തും. പക്ഷേ ഇവരെത്തുന്നതിന് മുമ്പ് മാക്സും എലീനയും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അവർ കാർ അവിടെ ഇട്ടിട്ട് ചെറിയൊരു വാൻ പോലത്തെ വണ്ടിയിലാണ് പോകുന്നത്. റോഡിലൊക്കെ നല്ല ചെക്കിംഗ് ഉള്ളത് കാരണം ഷിപ്പ് വഴി പോകാനാണ് ഇവരുടെ പ്ലാൻ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എയോണിൻ്റെ ഓഫീസാണ്. അവരെല്ലാ CCTVയും ചെക്ക് ചെയ്യണം മാക്സിനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നൊവാക്ക് കായയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ മാക്സും എലീനയുടെയും ലവ് സ്റ്റോറി എന്താണെന്ന് അറിയാമോന്ന്. പണ്ട് മാക്സ് എലീനയുടെ ഡൊണേഷൻ മാനേജറായിരുന്നു. എലീനനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഏജ് ഡൊണേഷന്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളാണ് എലീനയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും, ഒരു ക്യാൻഡിൽ അണയ്ക്കാൻ മറന്നു പോയതിൻ്റെ പേരിൽ നിങ്ങളുടെ 40 വർഷത്തോളം ഒരാൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ കായ പറയുന്നുണ്ട് അതിന് അവരെ ആരും നിർബന്ധിച്ചിട്ടില്ല ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനും അതിന് 40 ഇയേഴ്സ് കൊളാട്രലായിട്ട് വയ്ക്കാനായിട്ട് ആരും അവരോട് പറഞ്ഞിട്ടില്ല. നൊവാക്ക് ഇങ്ങനെ കായയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് സോഫിയുടെ ബോഡി ഗാർഡായത്. കായ പറയും സോഫിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് വേണ്ടത്. 30 വർഷത്തോളമായി ഞാൻ സോഫിയുടെ കൂടെയാണ്, എനിക്ക് 64 വയസ്സുണ്ട്. കായയും ഈ ഏജിങ് ഡൊണേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നൊവാക്ക് ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എലീനയും മാക്സും ഷിപ്പിൽ പോകുന്നതാണ്. അപ്പോൾ സോഫിയുടെ ആൾക്കാർ എല്ലാ CCTV വിഷ്വൽസ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഷിപ്പിൽ ഒരു വിഷ്വൽ കിട്ടുകയാണ് മാക്സിൻ്റെ.